എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ ലൈഫിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പം ഇന്ന് നല്ല ബ്രൈറ്റായിട്ട് ഉള്ളൊരു ദിവസമാണ്, നല്ല വെയിലൊക്കെ ഉള്ളൊരു ദിവസമാണ്. അയർലൻഡിൽ നമുക്ക് ഇതുപോലെ നല്ല വെയിലൊക്കെ കിട്ടുന്ന ദിവസം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഞാനും കുഞ്ഞും കൂടെ വെളിയിലിറങ്ങി മുറ്റത്തൂടെ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വെയിലൊക്കെ കൊള്ളാം, വൈറ്റമിൻ ഡി ഒക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. വെയിലാണെന്നൊക്കെ പറഞ്ഞാലും കുറച്ച് തണുപ്പുണ്ട് കേട്ടോ. ഞാൻ പക്ഷേ കുഞ്ഞിന് ക്യാപ്പൊക്കെ വെച്ചു, കാരണം കുഞ്ഞല്ലേ, നമ്മളുടെ ഈ ചെറിയ തണുപ്പ് ചിലപ്പോൾ അവന് നാളെ ജലദോഷം ഉണ്ടാക്കിയാലോ. ഒരാളിവിടെ ഇരുന്ന് പൂക്കളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും എനിക്ക് ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വെയിലുണ്ടെന്ന് പറഞ്ഞാലും വലിയ ചൂടൊന്നുമില്ല. എന്നാൽ ചില ദിവസങ്ങളിൽ വെയിലുള്ള ദിവസം ഭയങ്കര കാറ്റൊക്കെ ആയിരിക്കും. ഇന്ന് അങ്ങനെയൊന്നുമില്ല, നല്ല ശാന്തമായിട്ടുള്ളൊരു ദിവസം, നല്ല രസം. ഹൈ, കൊള്ളാം. ഇങ്ങനെയൊക്കെ ദിവസങ്ങൾ വരുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ദൈവമേ എന്നും ഇങ്ങനെയായിരുന്നെങ്കിൽ എന്നിട്ടോ. പക്ഷേ എനിക്ക് സ്നോ ഇഷ്ടമാണ്. പക്ഷേ അതിനിടയ്ക്കുള്ള ദിവസങ്ങളുണ്ടല്ലോ, സമയങ്ങൾ, അതായത് മഴയും കാറ്റും ഒക്കെ ആയിട്ട്, അത് കുറച്ച് പാടാണ്. അത് നമ്മളെ എന്താ പറയുന്നത്, നമുക്കൊരു വിഷമമൊക്കെ ഉണ്ടാക്കും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പം കുഞ്ഞിരിക്കുന്ന ഈ ഒരു ട്രൈസൈക്കിൾ നിങ്ങൾ കണ്ടോ? ഇത് അവൻ്റെ ബർത്ത്ഡേക്ക് അവന് ഗിഫ്റ്റ് കിട്ടിയതാണേ. ഇത് ഇച്ചിരൂടെ അവൻ വലുതായാലേ ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ആ പെഡലിൽ അവൻ്റെ കാല് എത്തുന്നില്ല. പക്ഷേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം എന്താ പറയുന്നത്, അവർക്ക് തന്നെ അത് പെഡൽ ചെയ്ത് പോവുകയും ചെയ്യാം. കുറച്ചുകൂടി വലുതാമത്തെ കാര്യം ഞാൻ പറഞ്ഞേ. പിന്നെ നമുക്ക് ഇതേ ബാക്കിൽ ഒരു ഹാൻഡിലൊക്കെ ഉണ്ട്, നമുക്കും പുഷ് ചെയ്തുകൊണ്ട് പോകാം. നമ്മൾ പാർക്കിലൊക്കെ പോവുകയാണെങ്കിലൊക്കെ നമുക്കിത് കൊണ്ടുപോകാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ഐറ്റമാണ് കേട്ടോ. അതിൻ്റെ ബാക്കിൽ കണ്ടില്ലേ ഒരു ക്യാരിയറൊക്കെ ഉണ്ട്. നമ്മൾക്ക് പോകുന്ന ടൈമിൽ നമ്മൾ എടുക്കുന്ന ബാഗൊക്കെ നമുക്ക് അതിനകത്ത് വെക്കാൻ പറ്റും. നമുക്ക് ഫ്രീ ആയിട്ട് കുഞ്ഞിനെ ഇതിൻ്റെ അകത്ത് ഇരുത്തി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. കുറച്ച് നേരം ഞാനും കുഞ്ഞും മുറ്റത്തിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവനോട് അങ്ങനെ ഇരിക്കാനായിട്ട്. അവന് മുറ്റത്തുള്ള കുഞ്ഞ് മണലുകളും മെറ്റലും അതുപോലെ ഈ കുഞ്ഞു ചെടികളൊക്കെ ഇങ്ങനെ ആ കുഞ്ഞു വിരലുകൊണ്ട് തൊട്ടിങ്ങനെ നോക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു കുട്ടി ഷോപ്പിങ്ങിന് വന്നേക്കുവാണ്. അപ്പോൾ എവിടെ പോവാ നീയേ? ആ, ഏത് ഷോപ്പിൽ പോയാലും കോഫി മഗ്സ് എന്നെ ആകർഷിക്കും. ഇത് കണ്ടില്ലേ, എന്ത് രസമാണെന്ന് നോക്ക്. ഇതൊരു പെയിൻറ്റിങ് ആണ്, ഇളകി പോത്തൊന്നുമില്ല. ഞാനതിൽ നോക്കി, അതിൽ പോകുന്നതൊന്നുമല്ല. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതെനിക്ക് തോന്നുന്നത് വാലന്റൈൻസ് ഡേയുടെ ടൈം തൊട്ട് ഉള്ളതാണെന്ന് തോന്നുന്നു. ഇതൊക്കെ റെഡ് ഹാർട്ടൊക്കെ ഉള്ള. വാ ഗ്ലാസ് കണ്ടോ, കൊള്ളാമേ. ട്രാൻസ്പെറൻറ്റ്, നല്ല രസമുണ്ട്. ഇത് ഇവിടെ കണ്ടോ, ഒരു കാക്ടസിൻ്റെ ഷേപ്പിലുള്ള മഗ്. ഇത് കണ്ടോ, ഈസ്റ്റർ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ് ഇത് ഫുള്ള്. കുറേയൊക്കെ ഇതിനകത്ത് ഹാൻഡ് മെയ്ഡാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഹൈ, ഇത് കണ്ടോ.
നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകാം കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിൽ ഫുള്ളും കോസ്മെറ്റിക് ഐറ്റംസ് അതുപോലെ ഗ്രോസറി ഐറ്റംസ് ഒക്കെയാണുള്ളത്.